ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ അങ്ങുവാന കോണിൽ എന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അതിന് വന്ന ഒരു കമൻറ്റാണ് ഇത്. ബ്രോ, എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് ഒട്ടും പറ്റുന്നില്ല, എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ തന്നെയാണിത്. അതായത് റൈറ്റ് ഹാൻഡ് അവർക്ക് നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്, റൈറ്റ് ഹാൻഡിൽ വരുന്ന നോട്ട്സ് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ലെഫ്റ്റ് ഹാൻഡ് അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണത്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യാം, ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് എങ്ങനെ ഈസിയായി മാനേജ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് പ്രോബ്ലം എന്ന് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെയാണ്, വായിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു റീസൺ കാണുമല്ലോ. ഒത്തിരി റീസൺസ് ഉണ്ടാവാം, അതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും അതിൻ്റെ റീസൺ. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെപ്പോഴും സോങ്സ് വായിക്കുന്നത് റൈറ്റ് ഹാൻഡ് യൂസ് ചെയ്ത് തന്നെയാണ് അല്ലേ. അതായത് ഇപ്പോൾ ഒരു സോങ് തരുവാണെങ്കിൽ അതിൻ്റെ റൈറ്റ് ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആ ട്യൂൺ അല്ലെങ്കിൽ ആ ഒരു മെയിൻ മെലഡി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. അതേസമയം ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ കോഡ്സും അതിൻ്റെ അക്കമ്പനിമെൻറ്റ് സൈഡാണ് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഉറപ്പായും നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആ പാട്ടിലേക്ക് തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ മെൻ്റലി നമ്മൾ കൂടുതൽ ഫോക്കസ്ഡ് ആവാൻ പോകുന്നതും ആ റൈറ്റ് ഹാൻഡിലോട്ട് തന്നെയാണ്. ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതായിരിക്കാം ഒരു റീസൺ. സോ നമ്മൾ മിക്കവരും റൈറ്റ് ഹാൻഡേഴ്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡേഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോങ്സ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോങ് എപ്പോഴും റൈറ്റ് ഹാൻഡ് കൊണ്ട് തന്നെയാണ് വായിക്കുന്നതെന്നുള്ളതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡ് വഴങ്ങി കിട്ടും. പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പഠിക്കാനായിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ഒത്തിരി അങ്ങോട്ട് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് ലെഫ്റ്റ് ഹാൻഡ് അത്ര പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തത്. കാരണം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് അത്ര ഡോമിനൻ്റ് അല്ല കമ്പയർ ടു റൈറ്റ് ഹാൻഡ്. ഇതൊരു റീസണാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് അഥവാ പ്രോപ്പർ എക്സസൈസ് കിട്ടാത്തതിൻ്റെ ബേസിസിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടെ ആവായത്. അപ്പോൾ ഇതിനെല്ലാത്തിനൊരു സൊല്യൂഷൻ നമുക്ക് വേണം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാനം ഞാനൊരു എക്സസൈസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആ എക്സസൈസ് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിനെ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സോങ് ആദ്യമായിട്ടൊരു സോങ് നമ്മുടെ മുമ്പിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മെലഡി സൈഡ് തന്നെയായിരിക്കും. അതായത് അതിൻ്റെ മെയിൻ സോങ് തന്നെയായിരിക്കും നമ്മളതിൻ്റെ ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഹാൻഡിലേക്ക് അധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും. അതായത് ഫസ്റ്റ് നമ്മളെപ്പോഴും റൈറ്റ് ഹാൻഡ് തന്നെ പ്രിഫറൻസ് കൊടുക്കുക. എപ്പോഴും ഒരു സോങ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയടിക്ക് രണ്ടും കൂടെ പഠിച്ചെടുക്കുക എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റൈറ്റും ലെഫ്റ്റും തന്നെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ട്യൂട്ടോറിയൽസ് പോസ്റ്റ് ചെയ്യുമ്പോഴും അതിലും ഞാൻ ചെയ്യുന്നത് ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ഫസ്റ്റ് എപ്പോഴും റൈറ്റ് ഹാൻഡ് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ ഞാൻ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഞാൻ പോകാറുള്ളൂ. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് എപ്പോഴും ആദ്യം പഠിച്ചെടുക്കാനൊരു ടൈം കൊടുക്കുക. റൈറ്റ് ഹാൻഡ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ലെഫ്റ്റ് ഹാൻഡിലേക്ക് പോകാൻ ശ്രമിക്കുക. റൈറ്റ് ഹാൻഡ് പ്രോപ്പറായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം മാത്രം ലെഫ്റ്റ് ഹാൻഡിലേക്ക് പോവുക. ഇനി ലെഫ്റ്റ് ഹാൻഡിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഫാസ്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് നോക്കരുത്. എല്ലാത്തിനും അതിൻ്റേതായൊരു ടൈമുണ്ട്. ആ ടൈം നമ്മൾ കൊടുത്തില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നത്തിലാകും. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം കൊടുത്ത് വേണം എപ്പോഴും പഠിച്ചെടുക്കാനായിട്ട് ഏതൊരു സോങ് ആണെങ്കിലും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ചിന്ന ചിന്ന ആസെ എന്ന സോങ്ങാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. അത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെപ്പറ്റി ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം. ഈ സോങ്ങിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് വായിക്കുന്നതെന്നൊക്കെ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തേക്കാം. അതൊന്ന് പോയി കണ്ടു നോക്കുക. സോ അതിൽ ഞാനിതെങ്ങനെയാണ് ഈ ലെഫ്റ്റ് ഹാൻഡ് വായിക്കുന്നതെന്നുള്ളത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ഇവിടെ. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ആ ഒരു സൈഡ് പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ റൈറ്റ് ഹാൻഡ് നോക്കിക്കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. ആ ഒരു ഏതെങ്കിലും ഒരു ലൈൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലൈനിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് നമ്മൾ പഠിച്ചെടുത്തു എന്ന് വിചാരിക്കുക. അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ഏത് കോഡാണ്. ഞാനിപ്പോൾ ഏതൊരു സോങ് എടുത്താലും അതിൻ്റെ കോഡ്സ് ആയിരിക്കും ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ഒരു സോങ്ങിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കോഡ്സ് എന്ന് പറയുന്നത് CFG, ഈ 3 കോഡ്സ് ആയിരിക്കും മെയിനായിട്ട് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് C മേജർ കോഡ് എങ്ങനെയാണ് വായിക്കുന്നതെന്ന്. C മേജർ കോഡ് എന്ന് പറയുമ്പോൾ CEG. ഇതാണ് C മേജർ കോഡ്. അതുപോലെ തന്നെ വേണ്ട ഒരു കോഡാണ് G മേജർ, GBD. അപ്പോൾ നമുക്കിത് എങ്ങനെ വായിക്കാമെന്നുള്ളതിലേക്ക് ഇനി പോവാം. ആ ചിന്ന ചിന്ന ഹസ എന്ന സോങ്ങിൻ്റെ ത്രൂ ഔട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഋതമുണ്ട്. നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കുമ്പോൾ നമ്മളൊരു പോകുന്ന ഒരു സ്റ്റൈലുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ്, അതായത് ഫസ്റ്റ് പോർഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഞാൻ ആ വീഡിയോയിൽ നേരത്തെ പറഞ്ഞ പോലെ ആ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഇത് എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ്, ഇപ്പോൾ ഏതൊരു സോങ്ങും ആയിക്കോട്ടെ, ഇത് ലെഫ്റ്റ് ഹാൻഡ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മളത് ബ്രേക്ക് ഡൗൺ ചെയ്തായിരിക്കും എപ്പോഴും പഠിക്കേണ്ടത്. ഒറ്റയടിക്ക് ഇത് ഫുൾ പഠിച്ചെടുക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് C മേജറാണ് ആദ്യത്തെ കോഡെന്നറിയാം. ഇനി അതെങ്ങനെ വായിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വായിച്ചത് നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഫസ്റ്റ് C മാത്രം ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ബാക്കിയുള്ള നോട്ട്സ് ഞാൻ പ്രസ് ചെയ്യുന്നത്. ഇതാ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളതിനെപ്പറ്റി തന്നെയാണ്. ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെ ലേൺ ചെയ്യുന്ന ആ ലേണിംഗ് മെത്തേഡിൽ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ ലെഫ്റ്റ് ഹാൻഡ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. ഇനി നമ്മളിത് പതുക്കെ ഈ ഒരു കോഡ് മാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ നേരത്തെ ഞാൻ ജിയിലോട്ട് പോയല്ലോ, ആ G നമ്മളിപ്പോൾ യൂസ് ചെയ്യേണ്ട, C തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ജിയിലോട്ട് പോകാൻ ട്രൈ ചെയ്യുക. ഞാൻ എപ്പോഴും വീഡിയോസിൽ ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് വീഡിയോയുടെ ടൈം ലിമിറ്റ് കൊണ്ട് തന്നെയാണ് അങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഒന്നുകൂടെ ഇത് എങ്ങനെയാണ് വായിക്കുന്നതെന്ന് ഒന്ന് ഫാസ്റ്റായിട്ട് ആദ്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് ഒരിക്കലും അനുകരിക്കരുത്. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സ്ലോ ആയിട്ടായിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ എങ്ങനെയാണ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇത് പതുക്കെ, അതായത് നമ്മൾ ഫസ്റ്റ് വായിച്ച കോഡ് C ആണ്. ആ സീനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ. അതെങ്ങനെ വായിക്കാമെന്ന് നോക്കാം പതുക്കെ. അതായത് ഇത്രേ ഉള്ളൂ. ഇതാണ് സിയിൽ വരുന്ന ആ ഒരു ഋതം എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടെ കാണിക്കാം. ഓക്കെ, ഇത് മിക്കവരിലും എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിംഗർ ഒരിക്കലും നമ്മൾ റൈറ്റിൽ വായിക്കുന്ന പോലെ അത്ര കംഫർട്ടബിൾ അല്ല ലെഫ്റ്റ് ഹാൻഡിൽ ഇങ്ങനെ വായിക്കുന്നത്. അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് ശരിയാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കോഡ് തന്നെ നമ്മളൊരു 5-6 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്ത് ഏത് ലെവലിൽ എത്തുമ്പോഴാണോ കംഫർട്ടബിൾ ആവുന്നത് അവിടെ വെച്ച് നിർത്തുക. ഓക്കെ, ഇങ്ങനെയാണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ജീൻ്റെ കോഡ് പ്രാക്ടീസ് ചെയ്യാൻ. ജീൻ്റെ കോഡ് എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ ചെയ്തവരെ തന്നെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ 3-4 പ്രാവശ്യം അതും വായിക്കുമ്പോൾ നമുക്ക് അതൊന്ന് ഈസിയായി തുടങ്ങും. എന്നിട്ട് നമ്മൾ തിരിച്ച് സിയിലോട്ട് തന്നെ വന്നു. ഇതിങ്ങനെ തന്നെ പഠിക്കണം. അതായത് നമ്മൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അപ്പോൾ ഉടനെ തന്നെ ഈ സ്പീഡിലോട്ട് പോകരുത് ഒരിക്കലും. പാട്ടിൻ്റെ ഒറിജിനൽ സ്പീഡ് എങ്ങനെയാണോ അതിലേക്ക് ഒരിക്കലും നമ്മൾ ഫസ്റ്റ് തന്നെ പോകാൻ ശ്രമിക്കരുത്. അത് നമ്മുടെ ലേണിങ്ങിനെ നല്ല രീതിക്കല്ല, മോശമായിട്ടായിരിക്കും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പഠിക്കുന്ന ടൈമിൽ നമ്മൾ സ്ലോ ആയിട്ട് വായിച്ച് പഠിക്കുക. അപ്പോൾ നമ്മുടെ ശരിക്കും അത് അതിനോട് എന്താ പറയുക യൂസ്ഡ് ആയിക്കോളും. ഇപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് ഹാൻഡ് ഏകദേശം മനസ്സിലായി കാണും ഇതെങ്ങനെയാണ് സംഭവം. ഇത് എല്ലാവർക്കും പലതുപോലെ ആയിരിക്കും. അതായത്
കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിനെ വേർതിരിക്കാനാണെങ്കിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെടുക്കുന്ന പാട്ടിൻ്റെ കോംപ്ലക്സിറ്റി പോലെ ഇരിക്കും നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചില പാട്ടുകൾ, ഇപ്പോൾ ഈ ഒരു സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കോഡ്സ് ഇല്ലാത്ത ഒരു സോങ്ങാണ്. നമുക്ക് കൂടുതൽ ഇമ്പ്രവൈസ് ചെയ്യുവാണെങ്കിൽ കുറേ കോഡ്സ് കൂടെ ഇതിലേക്ക് എന്താ പറയുക ഇൻജെക്റ്റ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ഒരു ബേസിക് ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ ഇതിലധികം കോഡ്സ് വരുന്നില്ല ഇപ്പോൾ ഈ ഒരു സോങ്ങിൽ. അപ്പോൾ സി എഫും ജിയും തന്നെയാണ് ഇതിൽ മെയിൻ കോഡ്സ്. പിന്നെ ഇടയ്ക്കൊരു ജി മൈനർ എന്തോ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളത് ഇങ്ങനത്തെ സോങ്ങുകളാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡിൽ അധികം വർക്കൗട്ട് വരുന്നില്ല. അതേസമയം നമ്മൾ ചില സോങ്സ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ലെഫ്റ്റ് ഹാൻഡിൽ ഒത്തിരി റണ്ണിങ്ങും പല സംഭവങ്ങളും വരുന്ന സോങ്ങുകളും ഉണ്ട്. അപ്പോൾ സോങ്ങിൻ്റെ കോംപ്ലക്സിറ്റി പോലെ ഇരിക്കും നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ വർക്കിംഗ്. അപ്പോൾ നമ്മൾക്കൊരിക്കലും നമ്മളെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. സോങ്ങിൻ്റെ കോംപ്ലക്സിറ്റി കൊണ്ടും ആവാം ചിലപ്പോൾ നമുക്കത് ലേൺ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ കോഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന് മുന്നേ ഏതൊരു കമൻസിൽ എനിക്ക് ഒരു സജഷൻ വന്നിട്ടുണ്ടായിരുന്നു, കോഡ്സ് ഡിസ്കസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. കോഡ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറഞ്ഞു. അത് ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. കോഡ്സ് എങ്ങനെയാണ് വരുന്നത്, കോഡ്സിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇതുപോലെ ഞാൻ ഇറക്കാൻ ട്രൈ ചെയ്യാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാട്ടിൻ്റെ കോംപ്ലക്സിറ്റീനെ പോലെ തന്നെ നമ്മൾ വായിക്കുന്ന ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായ സ്കിൽസ് ഉണ്ട്. അപ്പോൾ ചിലവർ പിയാനോ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും ലെഫ്റ്റ് ഹാൻഡ്. അവർക്ക് ഡെയിലി പ്രാക്ടീസും ഒക്കെ കിട്ടുന്നുണ്ടാവും. അതേസമയം ബിഗിനേഴ്സിന് ഇപ്പോൾ ഒത്തിരി കീബോർഡിനെ പറ്റി അധികം പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും ഈ ലെഫ്റ്റ് ഹാൻഡ് എന്ന് പറയുന്നത്. അത് ആര് പഠിച്ചാലും, ഇപ്പോൾ ഞാൻ പഠിച്ച ടൈമിലും എനിക്കും ലെഫ്റ്റ് ഹാൻഡ് ഒത്തിരി ഡിഫിക്കൽട്ടായിരുന്നു പഠിച്ചു വന്നപ്പോൾ. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ സൈഡ് വെച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഡിഫിക്കൽട്ടിയുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ റൈറ്റ് ഹാൻഡ് ഫോക്കസ് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാൻഡിലോട്ട് വരുമ്പോൾ, അതായത് രണ്ടും ഞാൻ ഒരേ ടൈമിൽ കൊണ്ടുപോകാൻ നോക്കിയത് തന്നെയായിരുന്നു എൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ ഓരോന്നിന് ടൈം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. റൈറ്റ് ഹാൻഡ് പഠിച്ചതിന് ശേഷം മാത്രം ലെഫ്റ്റിലോട്ട് പോകാമെന്നുള്ളതാണ് ഒരു പ്രോ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി ചില സോങ്സ് ഉണ്ട്. ചില സോങ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു കോഡ് പ്രോഗ്രഷൻ എന്ന് നമ്മൾ പറയും. കോഡ് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കോഡ്സ് തന്നെ ഒരു ഓർഡർ ഉണ്ടാവും ആ കോഡ്സിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 4 കോഡ്സ്, ഇപ്പോൾ ഒരു സി ജി എ മൈനർ എഫ്, സി ജി എ മൈനർ എഫ് എന്ന് പറയുന്ന ഒരു കോഡ് പ്രോഗ്രഷനാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന ഒത്തിരി സോങ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അതുപോലെ കുറേ കോഡ് പ്രോഗ്രഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ കോഡ് പ്രോഗ്രഷൻസ് ഒരു പാട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് കുറേ ഹെൽപ്പ് ചെയ്യും നമ്മളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് പ്രോഗ്രഷൻസ് അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് ഡിസ്റ്റിങ്റ്റീവായിട്ട് പറയാൻ സാധിക്കുന്ന കോഡ് പ്രോഗ്രഷനായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ട പോലെ സി ജി, നമ്മളിപ്പോൾ ചിന്നാസയിൽ വായിച്ച പോലെ സി ജി സി അങ്ങനെ വായിച്ചു. പിന്നീട് വരുന്ന പ്രോഗ്രഷൻ എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പല കോഡ്സ് മാറി വന്നാൽ നമുക്കതിനെ പ്രോഗ്രഷനായിട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 4 കോഡ്സിൻ്റെ ഒരു കണ്ടിന്യൂസ് സംഭവം വരുവാണെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. ഈ പഠിച്ചെടുക്കുക എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ കീബോർഡിൽ വായിക്കാൻ പഠിക്കുന്നതിലുപരി നമ്മൾ ആദ്യം അത് ഏതൊക്കെയാണ് കോഡ്സ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്കൊന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായിരിക്കും. നമ്മളത് ബൈ ഹാർട്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കീബോർഡിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ടി വരുള്ളൂ. ഈ കോഡ് പ്രോഗ്രഷൻ ഞാൻ പറഞ്ഞതല്ലേ, കോഡ് പ്രോഗ്രഷൻ ഉണ്ടെങ്കിൽ ആ പാട്ട് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. നമ്മുടെ കിളിയെ എന്നുള്ള സോങ്, ARM എന്ന മൂവിയിലെ കിളിയെ എന്ന സോങ് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ട്യൂട്ടോറിയൽ. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണുക. അപ്പോൾ ആ വീഡിയോയിൽ ആ ഒരു സോങ്ങിൽ ഞാനിവിടെ കാണിച്ചിരിക്കുന്ന പ്രോഗ്രഷൻ എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ നമ്മൾ വായിക്കുന്നൊരു പ്രോഗ്രഷൻ ഉണ്ട്. ഫസ്റ്റും സെക്കൻഡ് ലൈൻ ഏകദേശം സെയിം ആണ്. അതായത് അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രഷൻ സെയിം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഈസി പ്രോഗ്രഷൻ, അഥവാ ഇവിടെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഞാൻ വായിക്കുന്ന കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കോഡ് ജി മൈനറാണ്, പിന്നീട് ബി ഫ്ലാറ്റ്, പിന്നെ എഫ്. അപ്പോൾ ഈ 3 കോഡ്സിൻ്റെ ഒരു പ്രോഗ്രഷനാണ് ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് 2 ലൈൻസ് വരുന്നത് ഈ സെയിം പ്രോഗ്രഷൻ തന്നെയാണ്.
അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇത് ഓർത്തിരിക്കാൻ കുറച്ചുകൂടെ സിമ്പിളാണ്. ജി മൈനർ, ബി ഫ്ലാറ്റ്, എഫ്. അപ്പോൾ ആ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ആ 2 ലൈൻ നമുക്ക് ഫോക്കസ് ചെയ്ത് വായിക്കാൻ പറ്റും. അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു മെയിൻ തിങ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ അധികം റണ്ണിങ് കൊടുക്കണമെന്നുമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിപ്പോൾ കണ്ടു കാണും. ഇവിടെ ഞാനിപ്പോൾ 4 പ്രാവശ്യം ആ ഒരു സെയിം പ്രോഗ്രഷൻ തന്നെ വായിച്ചു. ജി മൈനർ, ബി ഫ്ലാറ്റ്, എഫ് എന്നുള്ള ഒരു പ്രോഗ്രഷൻ 4 ടൈം ഞാൻ വായിച്ചു. ആ പാട്ടിലും ഞാൻ ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ആ 4 പ്രാവശ്യം തന്നെയാണ് ഞാനവിടെ വായിക്കുന്നത്. അപ്പോൾ ആ 4 പ്രാവശ്യവും ഒരു ചേഞ്ചും വരാതെ നമ്മൾ ആ പ്രോഗ്രഷൻ പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് സിമ്പിളായി. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു പോർഷൻ ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ 4 കോഡ്സ് ആവും. അപ്പോൾ കോഡ്സിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് കൂടുതൽ വേണ്ടി വരും. കാരണം നമ്മളെപ്പോഴും ഒരു കോഡിലിട്ട് തന്നെയാണ് പാട്ട് ഫുൾ പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ്. കോഡിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ കോംപ്ലക്സിറ്റി കൂടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു സോങ്ങിൻ്റെ അടുത്ത ഒരു ലൈൻ എന്ന് പറയുന്നത് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കുമ്പോൾ ഓക്കെ, നേരത്തെ വായിച്ച ആ ഒരു ജി മൈനർ, ബി ഫ്ലാറ്റ്, എഫ്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നതാണ് സി. ഈ 4 കോഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ വരുന്ന പ്രോഗ്രഷൻ ഈ ഒരു ലൈനിലെന്നല്ല, അത് തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കോഡിൽ നിന്ന് മറ്റൊരു കോഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ അവിടെ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചുള്ള ട്രെയിനിങ് നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരിയായ രീതി. അതായത് നിങ്ങൾ ടൈം കൊടുക്കുമ്പോൾ ടൈം അനുസരിച്ച് അത് ശരിയായി വന്നോളും. ഇപ്പോൾ ഇവിടെ ജി മൈനറിൽ നിന്ന് ബി ഫ്ലാറ്റിലേക്ക് പോകുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഞാനിപ്പോൾ ഇത് 4 ഫിംഗർ യൂസ് ചെയ്താൽ ഈ കോഡ് പിടിക്കുന്നത്. 3 ഫിംഗർ കോഡ് പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറയുന്ന ആ നോട്ട്സ് തന്നെ ജി, ബി ഫ്ലാറ്റ്, ഡി, അതാണ് ജി മൈനർ എന്ന് പറയുന്ന കോഡ്. ഞാൻ അതിനെ ലാസ്റ്റ് ജിയും കൂടെ പ്ലേസ് ചെയ്തിട്ടാണ് അതിനെ ഒന്നുകൂടെ കോംപ്ലക്സ് ആക്കുന്നത്. അപ്പോൾ ഒരു സാധാ ബേസിക് കോഡ് പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജി മൈനറിൻ്റെ കോഡാണെങ്കിൽ ജി, ബി ഫ്ലാറ്റ്, ഡി. ഇപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾക്ക് കാണാം, ജി മൈനർ എന്നാണ് ഈ കോഡിൻ്റെ പേര്. അപ്പോൾ ഈ ജി മൈനറിൽ നിന്ന് നമുക്ക് അടുത്ത കോഡെന്ന് പറയുന്നത് ബി ഫ്ലാറ്റാണ്. അപ്പോൾ ഈ ബി ഫ്ലാറ്റിൻ്റെ നോട്ട്സ് എന്ന് പറയുന്നത് ബി ഫ്ലാറ്റ്, ഡി, എഫ് ആണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ അല്ലേ? അപ്പോൾ ബി ഫ്ലാറ്റ്, ഡി, എഫ്. അപ്പോൾ ഈ 2 കോഡ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഫസ്റ്റ് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ എങ്ങനെ ഈസി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ജി മൈനർ ഇപ്പോൾ ഇങ്ങനെ വായിച്ചു. ഇനി ഇതിൽ നിന്ന് നമുക്ക് ബി ഫ്ലാറ്റിലേക്ക് പോകണം. സിമ്പിളാണ്. ഇപ്പോൾ ഈ ജി ഇല്ലേ, നമ്മൾ ആദ്യം പിടിച്ചിരിക്കുന്ന ആ ജി എന്നുള്ള ഫിംഗർ നമ്മൾ മാറ്റിയിട്ട് പകരം നമ്മൾ എഫ് വായിക്കുക. കണ്ടോ, ഇപ്പോൾ അത് ബി ഫ്ലാറ്റായി. അപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല ഇതിൽ. ഇപ്പം ജി മൈനറിൽ നിന്ന് ബി ഫ്ലാറ്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി മൈനർ വായിക്കുക, ശേഷം ജി റിമൂവ് ചെയ്തതിന് ശേഷം എഫിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. അപ്പോൾ 2 കോഡ്സ് അങ്ങനെ ആയി. അപ്പോൾ അതുപോലെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡ് നമ്മളാൽ തന്നെ കഴിയുന്ന രീതിയിൽ കണ്ടുപിടിക്കുക. അപ്പോൾ അത് ഒന്ന് ഈസിയായി കിട്ടും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ പാട്ട് റൈറ്റ് ഹാൻഡിൽ പഠിച്ച് കഴിഞ്ഞിട്ടാണ് ലെഫ്റ്റ് ഹാൻഡ് പഠിക്കുന്നതല്ലോ. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്ന് കംഫർട്ടബിൾ ആയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പിന്നീട് ഒരുമിച്ച് റൈറ്റും ലെഫ്റ്റും കൂടെ ഒരുമിച്ച് വായിക്കുമ്പോൾ ഒത്തിരി ഫാസ്റ്റായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മൊത്തം സോങ്ങോ വായിക്കാൻ ട്രൈ ചെയ്യരുത്. അവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ കുറച്ച് വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഈ ഒരു സോങ് ആണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രോഗ്രഷൻ വരുന്ന അത്രയും ഒരു പോർഷൻ ഉണ്ടല്ലോ, അതായത് ജി മൈനർ, ബി ഫ്ലാറ്റ്, എഫ്, അത് ഞാൻ 4 പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പ്രോഗ്രഷൻ 4 പ്രാവശ്യം വായിച്ചു. അപ്പോൾ ഒരു 4 ലൈൻ ഉണ്ട്. ആ ഒരു 4 ലൈൻ മാത്രം നമ്മൾ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും വെച്ച് വായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് പാട്ടിനെ. അല്ലാതെ ഒറ്റയടിക്ക് ഇത് ഫുൾ വായിക്കാൻ ട്രൈ ചെയ്തിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല.
ഓക്കെ, സോ നമുക്കിനി ഒരു ചെറിയൊരു എക്സസൈസ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡിൻ്റെ എന്താ പറയുക, ലെഫ്റ്റ് ഹാൻഡിൻ്റെ പൊസിഷനിങ്ങും അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു എക്സസൈസ് ഞാനിവിടെ ഷെയർ ചെയ്യുവാണ്. ഇത് ഈസി എക്സസൈസാണ്. ഇത് എല്ലാ ദിവസവും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഇപ്പോൾ പറയാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ബേസിക്കായിട്ട് പിയാനോ പഠിക്കുന്നവർക്കും കീബോർഡൊക്കെ പഠിക്കുന്നവർക്ക് അറിയാവുന്ന എക്സസൈസ് തന്നെയായിരിക്കും. ഇത് ആക്ച്വലി 2 കൈ വെച്ച് വായിക്കേണ്ടതാണ്. ഞാനിതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മാത്രം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഞാൻ ഫുൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡ് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളതിനെ പറ്റി തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് മാത്രം കാണിക്കുന്നത്. റൈറ്റ് ഹാൻഡ് നിങ്ങൾക്ക് ഇത് സെയിം സംഭവം ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമുക്ക് 2 കൈ ഒരുമിച്ച് വായിക്കുമ്പോൾ നമ്മുടെ ആ കോർഡിനേഷൻ അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പാട്ടൊക്കെ വായിക്കുമ്പോൾ നല്ല രീതിക്ക് ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് യൂസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ഈ 5 ഫിംഗർ ഉണ്ടോ, ഈ 5 ഫിംഗറും സി, ഡി, ഇ, എഫ്, ജി ഈ 5 നോട്ടുകളിലായിട്ട് ഈ 5 ഫിംഗേഴ്സ് പ്ലേസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഫിംഗേഴ്സ് യൂസ് ചെയ്ത് വായിക്കുക. അതായത് ഫസ്റ്റ് സി ക്ലിക്ക് ചെയ്യുക ഈ ഫിംഗർ വെച്ചിട്ട്, പിന്നീട് മിഡിൽ ഫിംഗർ വെച്ചിട്ട് ഇ വായിക്കുക, പിന്നെ 4th ഫിംഗർ അതായത് ഈ റിംഗ് ഫിംഗർ വെച്ചിട്ട് ഡി വായിക്കണം. അതിനുശേഷം എഫ് 2nd ഫിംഗർ വെച്ച് വായിക്കുക, ഇ വീണ്ടും 3rd ഫിംഗർ വെച്ച്, പിന്നീട് 1st ഫിംഗർ വെച്ചിട്ട് ജി വായിക്കുക. അതായത് ഇങ്ങനെ ഇരിക്കും. കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത നോട്ടിലേക്ക് സ്വിച്ച് ചെയ്യണം. ഇപ്പോൾ ഒരു പ്രാവശ്യം ഇത് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തയിലേക്ക് സ്വിച്ച് ചെയ്യാം. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത് നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്ക് ഡൗൺ ചെയ്ത് തന്നെ പഠിച്ചെടുക്കുക ഈ എക്സസൈസും. അതായത് ഇപ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ ഒരു സംഭവം ഈ സിയിൽ തന്നെ ഇട്ട് വായിച്ചുകൊണ്ടിരിക്കുക. സി, ഇ, ഡി, എഫ്, ഇ, ജി. ഫിംഗറിങ്ങും തെറ്റാൻ പാടില്ല. ഫിംഗറിങ് ആ സെയിം പൊസിഷനിൽ തന്നെ ആയിരിക്കണം. ഈ സെയിം ഫിംഗറിങ് തന്നെയാണ് ഇനി വായിക്കുന്നതിലെല്ലാത്തിലും. അതുകൊണ്ട് ഫിംഗറിങ്ങിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. നിങ്ങൾ നോട്ട്സ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇത് ഒരു പ്രാവശ്യം വായിക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത കീയിലേക്ക് സ്വിച്ച് ചെയ്യും. അതായത് ഇപ്പോൾ സിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഈ സ്മോൾ ഫിംഗർ, ഈ ലിറ്റിൽ ഫിംഗർ നമ്മൾ സിയിലായിരുന്നു വെച്ചിരുന്നത്. ഇനി ഇത് ഡിയിലേക്ക് സ്വിച്ച് ചെയ്യുക. എന്നിട്ട് ഡിന്ന് സ്റ്റാർട്ട് ചെയ്യുക. സെയിം ഫിംഗറിങ് തന്നെയായിരിക്കും. അവിടെയും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ ഇത് ഇവിടെയും ഇരുന്ന് ഒരു 5-6 പ്രാവശ്യം വായിച്ച് ഒന്ന് ഈസിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഇയിലേക്ക് പോവാം. അത് കഴിഞ്ഞ് എഫിലേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ സിയിൽ വന്നിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സിയിൽ തുടങ്ങി ഇപ്പുറത്തെ സിയിൽ വന്ന് ഞാൻ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ലെഫ്റ്റ് ഹാൻഡ് ഒത്തിരി ഈസി ആക്കാൻ, ഒത്തിരി ലെഫ്റ്റ് ഹാൻഡിൻ്റെ ആ ഒരു എഫിഷ്യൻസി എന്തായാലും കൂട്ടിയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ വായിക്കുന്നതെന്ന് ഒന്നുകൂടെ സ്ലോ ആയിട്ട് കാണിച്ചു തരാം. ഇത്രയും വായിക്കാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് വായിച്ചിട്ട് ഈസി ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അടുത്ത ഒരു സംഭവം കൂടെ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഒട്ടും പറ്റുന്നില്ല, അത് വായിച്ച് ട്രൈ ചെയ്തിട്ട്, ഇത്രയും വായിച്ച് ട്രൈ ചെയ്തിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തിക്കോ. എന്നിട്ട് ഇത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ അടുത്ത പറയാൻ പോകുന്ന സ്റ്റെപ്പിലേക്ക് പോവുക. ഓക്കെ, സോ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അസെൻഡിങ് ആണ് വായിച്ചത്. അസെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സീന്ന് അടുത്ത സീലെത്തി. ഇനി നമ്മൾ ഡിസെൻഡിങ് ഓർഡറാണ് വായിക്കുന്നത്, ഡിസെൻഡിങ് സ്കെയിൽ. അതായത് ഇപ്പോൾ ഈ സിന്ന് തിരിച്ച് ഈ സിയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുന്നതെന്ന് നോക്കാം. ഈ ഫിംഗറിങ് നേരെ റിവേഴ്സ് ചെയ്താൽ മതി.
ഇത് ഒറ്റ നോട്ടത്തിൽ ഇച്ചിരി സിമ്പിളായിട്ട് തോന്നും. നിങ്ങളിതൊന്ന് വായിച്ച് നോക്കുക. പഠിച്ച് തുടങ്ങുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു എക്സസൈസ് തന്നെയാണിത്. ഇതുപോലെ ഇഷ്ടംമാതിരി എക്സസൈസസ് ഉണ്ട്. നമുക്കിത് വേറെ വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ഏതായാലും ഈ ഒരു എക്സസൈസ് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഒരു എക്സസൈസ് തന്നെയാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതെങ്ങനെ വായിക്കാമെന്ന്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ലോ ആയിട്ട് പഠിച്ചു തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം പതുക്കെ പഠിച്ചിട്ട് ഫാസ്റ്റ് ആക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് ശരിക്കും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വായിക്കാം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾ വായിക്കുന്ന നേരത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഇപ്പോൾ ഈ വീഡിയോ കാണാൻ നേരത്ത് നിങ്ങളുടെ ഫ്രണ്ടിലൊരു കീബോർഡ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. ഈ എക്സസൈസ് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായിരിക്കും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സ്, അതായത് എപ്പോഴും റൈറ്റ് ഹാൻഡ് വായിക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡിനെ പറ്റി ആദ്യം ബോധർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ പഠിച്ചെടുക്കാൻ നേരത്തെ എപ്പോഴും റൈറ്റ് ഹാൻഡ് ആദ്യം പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം ലെഫ്റ്റിലേക്ക് നോക്കിയാൽ മതി. എൻ്റെ മെയിനായിട്ട് ഞാനിപ്പോൾ ഇടുന്ന വീഡിയോസിലെല്ലാം ഞാൻ ആദ്യം റൈറ്റ് പറഞ്ഞിട്ടാണ് ലെഫ്റ്റിലേക്ക് പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുതായിട്ടായിരിക്കും പറയുന്നത്. അതായത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വായിക്കാൻ ട്രൈ ചെയ്യും. അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് അത്ര ഫാസ്റ്റായിട്ട് ഗ്രാസ്പ് ചെയ്ത് പോകാൻ പറ്റാത്തത്. ടൈം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു.